പരിശുദ്ധാത്മാവ് ഒറ്റ സഭയെ സ്ഥാപിച്ചുള്ളൂ. പരിശുദ്ധാത്മാവ് ഒറ്റ സഭയെ സ്ഥാപിച്ചുള്ളൂ. നസ്രായനായ യേശുവിന്റെ എല്ലാ അധികാരവും കൃപയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശുദ്ധമായ സഭയെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ക്രൈസ്തവ സഭകളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏതൊരു പോസ്റ്റിന്റെ അടിയിലും ചില വ്യക്തികളിടുന്ന ഒരു കമന്റ് ഉണ്ട്. ക്രിസ്തു വന്നത് സഭകൾ സ്ഥാപിക്കാനല്ല, ക്രിസ്തു സ്ഥാപിച്ചതല്ല സഭ, ഇത് മനുഷ്യർ തട്ടിക്കൂട്ടിയതാണ്, മനുഷ്യന്റെ കണ്ടുപിടുത്തമാണ്, ചില ആളുകൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ സഭകളൊക്കെ. അതാണോ ശരി? അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഈ ഒരു കുറഞ്ഞ സമയത്ത് നമുക്കൊന്ന് ധ്യാനിക്കാം, ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മളായിരിക്കുന്ന സഭ, അത് ആ സഭയെ രൂപപ്പെടുത്തിയത് ക്രിസ്തുവാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ചിലരൊക്കെ പറയുന്ന പോലെ മനുഷ്യന് തന്നെ സ്വയം കണ്ടുപിടുത്തമാണോ, അല്ലെങ്കിൽ സ്വയം നിർമ്മിതിയാണോ സഭകൾ? ഇപ്പോഴിത് പറയുമ്പോൾ ഞാൻ ഒരു കത്തോലിക്ക തിരുസഭയിലെ ഒരു അംഗമാണ്. പ്രിയപ്പെട്ടവരെ, സഭ സ്ഥാപിച്ചത് പരിശുദ്ധാത്മാവാണ്. സഭ സ്ഥാപിച്ചത് പരിശുദ്ധാത്മാവാണ്. സഭ രൂപപ്പെട്ടത് പെന്തക്കോസ്താ തിരുനാൾ ദിനമാണ്. സഹ്യോൻ ഊട്ടുശാലയിൽ യഹൂദരെ ഭയന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 11 ശിഷ്യന്മാർ പരിശുദ്ധ അമ്മയ്ക്കും മേൽ നഷ്ടപ്പെട്ടു പോയ യൂദാസിന് പകരം 12ാമത് ഒരുവനെയും കൂടെ അവർ ആ കൂടെ കൂട്ടിയിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അത്രയും പേരുടെ മേൽ അഗ്നിയുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. കാരണം ക്രിസ്തു ഇവിടുന്ന് പോകുമ്പോൾ അവിടുന്ന് നൽകിയ വാഗ്ദാനം അതായിരുന്നു, ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ എൻ്റെ സഹായകനെ അയക്കും, അവൻ വന്നു കഴിയുമ്പോൾ അവൻ നിങ്ങളെ പഠിപ്പിക്കും, അവൻ നിങ്ങളെ നയിക്കും. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് ജെറുസലേമിൽ ആ ഒരുമിച്ച് കൂടിയിരുന്ന നാനാ രാജ്യത്തു നിന്നുമായിട്ട് ഒരുമിച്ച് കൂടിയിരുന്ന ആളുകളോട് പത്രോസ് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. പത്രോസിന്റെ ആദ്യത്തെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് സ്നാനം സ്വീകരിച്ചു. അവരെങ്ങനെയാണ് സ്നാനം സ്വീകരിച്ചത്? അവർ പരിശുദ്ധാത്മാവിനാലാണ് സ്നാനം സ്വീകരിച്ചത്. അവിടുന്ന് ശിഷ്യന്മാരെല്ലാം പ്രസംഗിച്ചു. അവിടെ അവർ നോക്കുമ്പോൾ തങ്ങളുടെ ഭാഷയിൽ, തങ്ങളുടെ നാട്ടിലെ തങ്ങളുടെ ഭാഷയിൽ ഈ ശിഷ്യന്മാർ പ്രസംഗിക്കുന്നു. അതാണ് അവരെ അത്ഭുതപ്പെടുത്തിയ ഒരു ഘടകം. ഇപ്പോൾ ഇവിടുത്തെ തർക്ക വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഇവിടെ ചിലർ പറയുന്നത് ക്രിസ്തു അല്ല സഭയെ സ്ഥാപിച്ചതെന്ന് എന്ന്. അങ്ങനെയുണ്ടെങ്കിൽ യേശുവിന് തന്നിൽ വിശ്വസിക്കുന്നവരെ ഒന്ന് ഒരുമിച്ച് കൂട്ടി വേർതിരിച്ച് ഒരു പുതിയൊരു ജനത്തെ രൂപപ്പെടുത്തണമെന്ന്, ഒരു പുതിയൊരു തലമുറയെ, പുതിയൊരു സഭയെ രൂപപ്പെടുത്തണമെന്ന് ആ തമ്പുരാന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണല്ലോ അന്ത്യത്താഴവേളയിൽ അവിടുന്ന് അപ്പവും വീഞ്ഞും എടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് ഇങ്ങനെ അരുളി ചെയ്തത്. അതായത്, നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങളിത് ചെയ്യുവിൻ എന്നൊരു കാര്യമാണ് അവിടുന്ന് ഏറ്റവും മുന്നോട്ട് വെക്കുന്നത്. നിങ്ങളിതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം, ഇവിടെ യേശു പത്രോസിനോട് പറയുന്ന ഒരു വാക്കാണ്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. യേശു തമ്പുരാൻ പറഞ്ഞ ഈ പത്രോസ് തന്നെയാണ് ആ യഹൂദരുടെ ആ തിരുനാളിൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആദ്യമായിട്ട് പ്രസംഗിച്ചത്. ആ പത്രോസിന്റെ ആദ്യത്തെ ഒറ്റ പ്രസംഗത്തിലൂടെയാണ് ക്രൈസ്തവ സഭ രൂപപ്പെട്ടത്. പിന്നെ പരിശുദ്ധാത്മാവ് സഭയെ സ്ഥാപിച്ചു, പരിശുദ്ധാത്മാവാണ് സഭയെ സ്ഥാപിച്ചത് എന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഒറ്റ സഭയെ സ്ഥാപിച്ചുള്ളൂ. പരിശുദ്ധാത്മാവ് ഒറ്റ സഭയെ സ്ഥാപിച്ചുള്ളൂ. നസ്രായനായ യേശുവിന്റെ എല്ലാ അധികാരവും കൃപയും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശുദ്ധമായ സഭയെ. പക്ഷേ എന്ത് സംഭവിച്ചു? സാത്താൻ അതിനെ 100 കണക്കിനായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഹൃദയത്തിൽ
അഹന്ത നിറഞ്ഞ്, സ്വാർത്ഥത നിറഞ്ഞ്, അനുസരണക്കേട് നിമിത്തം അങ്ങനെ പല കാരണത്താലും പലരും അവരായിരിക്കുന്ന സഭയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയി. പിന്നെ അവർ സ്വതന്ത്രമായിട്ട് അനേകരെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. അങ്ങനെ പലരും തുടങ്ങി വെച്ച സഭകളാണ് ഇന്ന് ഈ ലോകത്തിലെ പല പേരിലും അറിയപ്പെടുന്നത്. സത്യത്തില് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പണി സാത്താൻ ലാഭപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. അതായത് ഈസി ആക്കി കൊടുത്തു. പരിശുദ്ധാത്മാവിന്റെ പണി എന്ത് ചെയ്തു? സാത്താൻ അത് വളരെ ഈസി ആയിട്ട് കൊടുത്തു. കാരണം ഇന്ന് ഈ ലോകത്തില് പരിശുദ്ധാത്മാവ് സ്ഥാപിച്ച ആ ഒറ്റ സഭയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ ലോകം ഇത്രമാത്രം ക്രിസ്തീയ വിശ്വാസം കൊണ്ട് ആളുകൾ നിറയപ്പെടുമായിരുന്നില്ല. ഇന്ന് ഈ ലോകത്തിലെ പല ഭൂഖണ്ഡങ്ങളും പല രാജ്യങ്ങളും പല ഉൾഗ്രാമങ്ങൾ പോലും ഇന്നും ക്രിസ്തുവിനെ അറിയുമായിരുന്നില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം, താൻ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുന്നു. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 2-ാം അധ്യായം 47-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. ഓരോ സ്ഥലത്തും പോയി ശിഷ്യന്മാര് സുവിശേഷം പ്രസംഗിച്ച് അന്ത്യോക്യായിലും ഫിലിപ്പിയിലും അങ്ങനെ ഓരോരോ ദേശങ്ങളിൽ കോരിന്തോസിലും ഒക്കെ പോയിട്ട് വിശുദ്ധ പൗലോസും വിശുദ്ധ പത്രോസും അങ്ങനെ ഓരോ ശിഷ്യന്മാരും, അതുപോലെ ഭാരതത്തില് പ്രത്യേകിച്ച് കേരളത്തില് വിശുദ്ധ തോമസ് ലീഗ, അങ്ങനെ ശിഷ്യന്മാര് ഏതെല്ലാം ദേശങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനാൽ അയക്കപ്പെട്ടോ അവിടെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനാൽ സ്നാനം സ്വീകരിച്ച എല്ലാവരെയും അവരുടെ ആ വിശുദ്ധ ഗണത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ടിരുന്നു. ഇനി ആർക്കെങ്കിലും തർക്കമുണ്ടോ സഭ ആരാ സ്ഥാപിച്ചെന്നുള്ള കാര്യത്തിൽ? സഭ സ്ഥാപിച്ചത് ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ സ്വപ്നമായിരുന്നു പരിശുദ്ധാത്മാവോടെ നടപ്പിലാക്കിയത്. ഇനി ഒരു കാര്യം, ഇപ്പോ എന്നെ സംബന്ധിച്ച് എനിക്ക് തർക്കമില്ലാത്ത ഒരു കാര്യമാണ്, കത്തോലിക്ക തിരുസഭയാണ് ഏക സഭ. അതായത് റോമിന്റെ കീഴില് പത്രോസിന്റെ സിംഹാസനമായ മാർപ്പാപ്പയുടെ കീഴില് വളരെ ഐക്യത്തോടും അനുസരണയോടും കൂടെ ഇന്നും നിലനിന്നു പോകുന്ന പരിശുദ്ധമായ സഭ കത്തോലിക്ക സഭയാണെന്നാണ് എൻ്റെ പൂർണ്ണമായ അഭിപ്രായം. പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. ചിലര് ബൈബിളിലെ വചനങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് സഭയുടെ പല പഠനങ്ങളും തെറ്റാണ്, സഭ പറയുന്നതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്നവരുണ്ട്. ഞാൻ ഇനി അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ബൈബിള് രൂപപ്പെട്ടത് സഭയിലാണോ? സഭ രൂപപ്പെട്ടത് ബൈബിളിലാണോ? എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? പ്രിയപ്പെട്ടവരെ, ചരിത്രം പരിശോധിച്ചാൽ ആദ്യമായിട്ട് ബൈബിള് അച്ചടിക്കപ്പെട്ടത് 1454-ലാണ്. 54-56 കാലഘട്ടത്തിലാണ് ബൈബിൾ ആദ്യമായിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് ബൈബിൾ ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ടത്. ഗുട്ടൻബർഗ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ആ ബൈബിളിനെ ആദ്യമായിട്ട് ടൈപ്പ് ചെയ്യുന്ന മെത്തേഡിലൂടെ പ്രിന്റ് ചെയ്ത് രൂപപ്പെടുത്തിയത്. ഗുട്ടൻബർഗ്. പ്രിയപ്പെട്ടവരെ, അതുവരെ, അതായത് ഇപ്പൊ സഭ സ്ഥാപിക്കപ്പെട്ടിട്ട് 2000 വർഷത്തിലധികം ഇപ്പൊ ആയിരിക്കുകയാണ്. ഇതില് ഈ ബൈബിൾ അച്ചടിക്കപ്പെട്ടിട്ട് 500 വർഷത്തിലധികം ആയിട്ടുള്ളൂ. ഏകദേശം 500 വർഷം. അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് സഭയില്ലായിരുന്നു. അതിനു മുമ്പിൽ ബൈബിൾ ഇല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, വായ്മൊഴിയായിട്ടും ചില ലിപികളിലൂടെ ചില തോലിന്റെ പുറത്ത് എഴുതി, ഈ നമ്മുടെ കേരളത്തിലെ താളിയോല ഗ്രന്ഥങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ മറ്റ് ചില വിധത്തിലൊക്കെ എഴുതി രൂപപ്പെട്ട് പല കെട്ടുകളായി പല ഭാഗങ്ങളായിട്ട് ഇരുന്ന സഭയുടെ പാരമ്പര്യവും ചരിത്രവും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയ ഒന്നാണ് പരിശുദ്ധ ബൈബിള്. പറഞ്ഞു മനസ്സിലായി? ഈ ബൈബിള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മ നിവേശിതമാണ്. പരിശുദ്ധാത്മാവ് രൂപപ്പെടുത്തിയ ഒന്നാണ് ബൈബിള്. പരിശുദ്ധാത്മാവ് അതിനായിട്ട് തനിക്ക് അനുയോജ്യമായ, തനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില മനുഷ്യരെ തെരഞ്ഞെടുത്തു. പരിശുദ്ധാത്മാവ് ക്രമീകരിച്ച് ഒരുക്കിയ ഒന്നാണ് തിരുവചനം. ഇത് സഭയുടെ പാരമ്പര്യവും ചരിത്രവും എല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു ബൈബിൾ മുഴുവനും ഒരുമിച്ച് കൂട്ടി ഒരു ബൈബിൾ രൂപപ്പെടുത്താൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കിത് കയ്യിലെടുക്കാൻ പറ്റത്തില്ല. കാരണം ചിലപ്പം വലിയൊരു 4 ആൾ ഒരുമിച്ച് പിടിക്കേണ്ടി വരും ചിലപ്പം ബൈബിൾ ഒന്ന് കയ്യിലെടുക്കാൻ. അത്രമാത്രം വലിപ്പമുള്ള, ചിലപ്പോൾ ഒരു ഉന്തുവണ്ടിയെ വെച്ച് തള്ളിക്കൊണ്ട് പോകേണ്ടി വരും, ഒരു ട്രോളിയെ വെച്ചിട്ട് തള്ളിക്കൊണ്ട് പോകേണ്ടി വരും. അത്രമാത്രം വലിപ്പമുള്ളൊരു പുസ്തകമായിട്ട് മാറേണ്ടതാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് വ്യക്തികളിലൂടെ ക്രോഡീകരിച്ച് ഒരുക്കി രൂപപ്പെടുത്തിയ ഒന്നാണ് തിരുവചനം. അപ്പൊ അതുകൊണ്ട് സഭയുടെ പഠനങ്ങളും സഭയുടെ കാഴ്ചപ്പാടും സഭയുടെ ബോധ്യങ്ങളും ഒക്കെ എന്ന് പറയുന്നത് ഈ തിരുവചനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല.
പറഞ്ഞു മനസ്സിലായോ? അതുകൊണ്ട് സഭയുടെ എന്തെങ്കിലും ഒരു കാര്യത്തെ വിമർശിക്കാനായിട്ട് അല്ലെങ്കിൽ സഭയെ കുറ്റപ്പെടുത്താനായിട്ട് ബൈബിള് എടുത്ത് അതിനെ മാത്രം വ്യാഖ്യാനിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞു മനസ്സിലായോ? നേരത്തെ സഭയുടെ ആരംഭത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇതിങ്ങനെ പല കാലഘട്ടങ്ങളിലൂടെ പല കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഇന്ന് കാണുന്ന ഈ സഭ, ഇന്ന് കാണുന്ന ഈ രീതിയിൽ, ഈ ആരാധനാക്രമം ഉൾപ്പെടുന്ന ഇന്ന് കാണുന്ന ഈ ഒരു ഫോമിലേക്ക് പരിശുദ്ധാത്മാവാണ് യഥാർത്ഥത്തിൽ സഭയെ പുനർക്രമീകരിച്ച് ഇന്ന് കാണുന്ന ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. ഒത്തിരിയേറെ പുനർക്രമീകരണങ്ങൾ സഭയ്ക്കുള്ളിൽ നടന്നിട്ടുണ്ട്. അല്ലാതെ ഇന്ന് കാണുന്ന ഈ അവസ്ഥ എന്ന് പറയുന്നത് 2000 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 1500 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു അവസ്ഥയല്ല. ഒരുപക്ഷെ ചിലപ്പോൾ ഇനി ഒരു കുറെ കാലഘട്ടം കഴിയുമ്പോൾ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള ചില പരിവർത്തനങ്ങളും മാറ്റങ്ങളും സഭയ്ക്കുള്ളിൽ ഇനിയും വരാം. ഇതിനെല്ലാം അപ്പുറമായിട്ട് എനിക്കിനി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാനുള്ള വേറൊരു സത്യം എന്താ പറയുക, പരിശുദ്ധാത്മാവ് പോലും തോറ്റുപോയിട്ടുള്ള, പരിശുദ്ധാത്മാവ് പോലും സുല്ലിട്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് സഭയ്ക്കുള്ളിൽ ധനവാനും ദരിദ്രനും തമ്മിലുള്ള ആ അന്തരവിനെ ഇല്ലായ്മ ചെയ്യാൻ, ധനവാനും ദരിദ്രനും തമ്മിലുള്ള ആ അന്തരവുകളെ ഇല്ലായ്മ ചെയ്യാനും വെളുത്തവനെയും കറുത്തവനെയും ഒന്നിപ്പിക്കാനും ഇതുവരെയും പരിശുദ്ധാത്മാവിന് പോലും സാധിച്ചിട്ടില്ല. ഇതൊരു കുറ്റപ്പെടുത്തലായിട്ട് പറയുന്നതല്ല, അതൊരു പരമാർത്ഥ സത്യമാണ്. കാരണം സഭയ്ക്കുള്ളിൽ തന്നെ നിറത്തിന്റെ വ്യത്യാസത്തിലും സമ്പത്തിന്റെ വ്യത്യാസത്തിലും ഒക്കെ ഇന്ന് റീത്തുകളും അതുപോലെ തന്നെ വിവിധ സഭകളും ഒക്കെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടം. മനുഷ്യന്റെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന ആ ഒരു വർഗീയതയും ആ ഒരു ജാതീയതയും ഇവയൊന്നും മാറ്റിയെടുക്കാനായിട്ട് ദൈവത്തിന് പോലും അസാധ്യമാണെന്നുള്ളൊരു ഒരു പരമാർത്ഥ സത്യമാണ്. നമ്മളെല്ലാവരും ക്രിസ്തുവിനെ ആരാധിക്കുന്നു, പൂജിക്കുന്നു, സ്നേഹിക്കുന്നു. പക്ഷേ എന്നാ പറയണ്ടേ, കുടുംബപരമായിട്ട്, പാരമ്പര്യപരമായിട്ട്, കുടുംബ മഹിമയുടെ ഒരു മേഖല, അങ്ങനെയൊക്കെ ഒരു വിഷയം വരുമ്പോഴത്തേക്കിനും ഈ ക്രിസ്തുവൊക്കെ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്, മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥയാണ്. താണജാതിക്കാരനെ, ദരിദ്രനെ ഒക്കെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ബൈബിള് അരച്ച് കലക്കി കുടിച്ച് ബൈബിള് പ്രസംഗിച്ച് നടക്കുന്നവന് പോലും സാധിക്കാത്ത ഒരു കാര്യമാണെന്നുള്ളതാണ് ഒരു പരമാർത്ഥ സത്യം. എന്നിരുന്നാലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച ഒരു വ്യക്തിയിൽ ഈ അവസ്ഥകളൊന്നുമില്ല കേട്ടോ. ഈ അവസ്ഥകളൊന്നുമില്ല. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ മുമ്പിൽ ധനവാനെന്നോ ദരിദ്രനെന്നോ ഇതുപോലെ തന്നെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഒരു വേർതിരിവുമില്ല. അവനെ സംബന്ധിച്ച്, അവൻ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. പക്ഷേ അങ്ങനെയുള്ളവര് മൊത്തം എണ്ണിയാൽ ഈ 10 പേരെ പോലും തികച്ചെണ്ണാനില്ലെന്നുള്ളതാണ് പരമാർത്ഥമായ മറ്റൊരു സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യാം. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും തരത്തിലുള്ള സന്ദേഹങ്ങൾ ഉണ്ടോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്യാം. ഉണ്ടെങ്കിൽ അവയൊക്കെ പൂർണ്ണമായിട്ടും നീക്കിക്കളയാം. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണെന്നുള്ള സത്യം നമ്മൾ ഓരോരുത്തരും, ഏത് വ്യക്തിയും, അതായത് ധനമുള്ളവനും ധനമില്ലാത്തവനും കറുത്തവനും വെളുത്തവനും സൗന്ദര്യമുള്ളവനും സൗന്ദര്യമില്ലാത്തവനും ആണും പെണ്ണും എല്ലാവരും ക്രിസ്തുവിന്റെ ആ സഭയാവുന്ന മൗതിക ശരീരത്തിലെ ആ അംഗങ്ങളാണ്, അവയവങ്ങളാണെന്നുള്ള ആ ഒരു സത്യത്തെ സ്വീകരിച്ചുകൊണ്ട് ഏക മനസ്സോടുകൂടി മുന്നോട്ട് പോകാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു അഭിഷേകത്താൽ നിറയാനായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് അതിനെ പരിഹരിച്ചോളും. നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് അസ്വസ്ഥപ്പെടേണ്ട, വിങ്ങണ്ട. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് തീർച്ചയായിട്ടുമുണ്ട്. സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി സഭ കൂടുതൽ സൗന്ദര്യമുള്ളതായി തീരാനായിട്ട്, അഴകുള്ളതായി തീരാനായിട്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ എല്ലാവരും കടപ്പെട്ടവരാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി നമുക്ക് ഓരോരുത്തർക്കും ഈ വീഡിയോ ഇന്ന് സ്കിപ്പ് ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.